വിവരാവകാശ കമ്മീഷൻ സെമിനാറിലെ പ്രസംഗത്തിനെതിരെ കാനം രാജേന്ദ്രൻ നടത്തിയ വിമർശനങ്ങളാണ് മുഖ്യമന്ത്രിയെ പ്രകോപിപ്പിച്ചത്. വിവരാവകാശ നിയമത്തിൽ വെള്ളം ചേർക്കാൻ LDF തയ്യാറാവില്ല എന്ന വാചകത്തോടെ തുടങ്ങുന്ന മുഖ്യമന്ത്രിയുടെ വാർത്താക്കുറിപ്പ് വിമർശനങ്ങൾക്ക് ഓരോന്നായി മറുപടി നൽകുന്നു. നിയമം ദുരുദ്ദേശങ്ങൾക്കായി ഉപയോഗിക്കുന്നുവെന്ന് പ്രസംഗത്തിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. അങ്ങനെയുള്ളവരില്ലെന്ന് വിമർശകർക്ക് പറയാനാവുമോ? മുഖ്യമന്ത്രി ചോദിച്ചു. അങ്ങനെ ചൂണ്ടിക്കാട്ടുമ്പോഴും സർക്കാർ അതിൽ ഇടപെടുമെന്നല്ല പറഞ്ഞത്. കമ്മീഷന് തിരിച്ചറിയാൻ കഴിയണമെന്നാണ് പറഞ്ഞതെന്നും മുഖ്യമന്ത്രി വിശദീകരിച്ചു. അപ്പോഴും പൗരന് വിവരങ്ങൾ നിഷേധിക്കരുതെന്നും പറഞ്ഞു. കേരള മന്ത്രിസഭാ കാര്യത്തിലേക്ക് തൻ്റെ പ്രസംഗം കടന്നിട്ടേയില്ല. ഈ പറഞ്ഞതൊന്നും കാണാതെ നിയമത്തെ ദുർബലപ്പെടുത്താൻ ശ്രമിക്കുന്നുവെന്ന് പറയുന്നത് നിർഭാഗ്യകരം മാത്രമല്ല, സത്യവിരുദ്ധം കൂടിയാണെന്ന് മുഖ്യമന്ത്രി വിമർശിച്ചു. മുൻ സർക്കാരിനെ പോലെയാണ് ഈ സർക്കാരെന്ന് വരുത്തി തീർത്ത് അപകീർത്തിപ്പെടുത്തുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മൂല്യങ്ങളുടെ താല്പര്യത്തിലല്ലെന്ന് പറഞ്ഞ് മുഖ്യമന്ത്രി കാനത്തിനെതിരെ തിരിഞ്ഞു. വിവരാവകാശ നിയമത്തിനു വേണ്ടി പൊരുതിയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായ വ്യക്തിയിൽ നിന്ന് മറിച്ചൊരു സമീപനമുണ്ടാകുമെന്ന് കരുതുന്നതിൽ അർത്ഥമില്ല. നിയമത്തെപ്പറ്റി തെറ്റിദ്ധാരണ പരത്താൻ ശ്രമിക്കുന്നവരുണ്ടാകും. എന്നാൽ സത്യാവസ്ഥ ബോധ്യപ്പെടുത്താൻ ചുമതലപ്പെട്ടവർ മറിച്ചൊരു നിലപാടെടുത്താലോ? ഇങ്ങനെ ചോദിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ വാർത്താക്കുറിപ്പ് അവസാനിക്കുന്നത്. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.